അപ്പൊ ഇൻഷാ അള്ളാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടെയായിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായത്? നിങ്ങൾ ലാസ്റ്റ് കേട്ട ഭാഗം ഒന്ന് പറയോ, അപ്പൊ നമുക്കൊരു കണക്ഷൻ കിട്ടും. എവിടെയായിരുന്നു നിങ്ങൾ ലാസ്റ്റ് കേട്ടത്? ഇപ്പൊ വോയിസ് ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? പിന്നോ പിന്നോടെ കേൾക്കുന്നില്ല ഇപ്പോ? Recording in progress. യെസ്, കേൾക്കാം കേട്ടോ. ആളുകളൊക്കെ എല്ലാവരും കേറിയിട്ടുണ്ട്. ഓക്കെ ഇൻഷാ അള്ളാ. ഇപ്പൊ ഓക്കെ അല്ലേ? വോയിസിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ അപ്പൊ നമുക്ക് അറിയാം, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയായിരുന്നു. നിങ്ങൾക്ക് ലാസ്റ്റ് കേട്ടൊരു പോയിന്റ് പറയൂ. കാരണം എനിക്ക് നിങ്ങൾക്ക് എവിടെന്നാ ബ്രേക്ക് ആയിരുന്നു അറിയില്ലല്ലോ. ഞാൻ ഇവിടെ കുറച്ച് സമയം പറഞ്ഞുകൊണ്ടുണ്ടായിട്ടുണ്ട്, നിങ്ങൾ കേൾക്കാത്തപ്പോഴും കൂടെ. യെസ്, ഓക്കെ. അവരവരെ കേട്ടിട്ടുണ്ട് അല്ലേ? ഷാർ. അപ്പൊ നമ്മള് ആ മന്ദബുദ്ധികളെ കുറിച്ച് കേൾക്കുമ്പോ നമ്മൾ എന്താ പറയാ, അവർക്കൊന്നും അറിയുന്നില്ല. പക്ഷെ അവരാണ് അള്ളാഹുവിന്റെ മുന്നിൽ ഒരു ചോദ്യവും ഇല്ലാതെ അങ്ങനെ തന്നെ ഡയറക്റ്റ് സ്വർഗത്തിൽ പോകുന്നവർ അല്ലെ? അപ്പൊ നമുക്ക് നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുന്ന സമയത്ത് നന്മയെയും തിന്മയെയും തിരിച്ചറിയുക എന്നുള്ളത്, നന്മയെയും തിന്മയെയും നമുക്ക് തിരിച്ചറിയുന്ന ഒരു ബോധ്യത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ എന്ത് വരുന്നുള്ളൂ, ഒരു ശിക്ഷാതലത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. നമ്പർ 1. ഇനി നമ്പർ 2, നമ്മൾ അടുത്തത് പറയുകയാണെങ്കിൽ നമുക്ക് ഈ നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമ്മളുടെ അനുഭവത്തിൽ നാം അനുഭവിക്കുന്നുള്ളത് നമുക്ക് പ്രയാസാണെങ്കിൽ, നമുക്കിത് തെറ്റാണെന്ന് നമ്മൾക്ക് ചിലപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പിന്നിൽ ഒരു പർപ്പസ് കണ്ടിട്ടുണ്ടാവാം. നാം അനുഭവിക്കുന്ന, നമുക്ക് റോങ് എന്ന് തോന്നുന്ന തിന്മ എന്ന് പറയുമ്പോൾ തെറ്റായ പ്രവർത്തനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളത്. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നമുക്ക് ഈ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഈ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നാം നമ്മളാൽ പറ്റുന്ന സംഭവങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളാൽ കഴിയുന്ന എല്ലാം നമ്മൾ ചെയ്തിട്ടും നമുക്ക് പ്രയാസം മാത്രമാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ബുദ്ധിമുട്ടുകളാണെങ്കിൽ, ആ പ്രയാസവും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലോ ആ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴും അതിന്റെ മുന്നിലും അള്ളാഹുവിന്റെ ഒരു തീരുമാനം ഉണ്ടാവാം. അതുകൊണ്ട് അള്ളാഹു തീരുമാനിക്കാതെ ഒരു വ്യക്തിയിലും ഒന്നും നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആ തീരുമാനത്തിലും നമ്മൾ അതിനെ പോസിറ്റീവിലേക്കായി കാണുക എന്നുള്ളതാണ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ബോധത്തിലേക്ക് എത്തുക എന്നുള്ളത്. നാം അനുഭവിക്കുന്ന ഓരോ സംഭവങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴും നമ്മൾ അതിനെ ഒരു പോസിറ്റീവായ ചിന്താ തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ മൈൻഡിൽ നമ്മൾ അനുഭവിക്കുന്ന നെഗറ്റീവ്സിനെ എല്ലാം ഒരു പോസിറ്റീവിലേക്ക് ആക്കി മാറ്റുക, നമ്മുടെ മൈൻഡിൽ വരുന്ന നെഗറ്റീവുകളെ നമ്മൾ ഒരു പോസിറ്റീവിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ള ചെറിയൊരു അവയർനെസ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു അവയർനെസ് നമ്മളിൽ ഉണ്ടാവുക. നമ്മൾ ആ ഒരു അവയർനെസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധി, ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർ തെറി പറഞ്ഞേക്കാം, ചിലപ്പോൾ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയേക്കാം, ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ പരിഹസിച്ചേക്കാം. ഇങ്ങനെ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുകയും തെറി പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിലവിൽ നമ്മളിൽ യാതൊരു തെറ്റുകളും ഇല്ല. നാം ചെയ്യുന്നത് എല്ലാം അത്രയും ഓക്കെയാണ്, അത്രയും പർപ്പസുള്ള വിഷയങ്ങളാണ്. യെസ് മാം, ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്കാണ്, ഒന്നും കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരിക്കലും ഇവിടത്തെ നമ്മളാൽ പറ്റുന്ന വിഷയമല്ല. ഇപ്പൊ കറക്റ്റ് ആണല്ലോ. അത് നെറ്റ്വർക്ക് നമ്മൾ അറിയാത്ത രീതിയിൽ വരുന്ന ഇഷ്യൂസ് ആണ്. അതിവിടെ വാറ നടക്കുന്നതുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ്. ഇത് കുറച്ച് ദിവസമായി വരുന്നുണ്ട് അവര് ഇടയ്ക്കിടയ്ക്ക് ആ പ്രശ്നം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കതിലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വീണ്ടും റെക്കോർഡ് ഒന്നുകൂടി കേൾക്കുക. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
കാരണം ഞാനുള്ളത് UAE-യിലാണ്, അറിയാലോ, ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ചില സമയങ്ങളിൽ നെറ്റ്വർക്ക് കറക്റ്റ് വർക്കിങ്ങിൽ വരുന്നില്ല. നമുക്ക് കാണാൻ ഓക്കെയാണ്, പക്ഷെ നെറ്റ്വർക്ക് ഓക്കെ ആവുന്നില്ല. അപ്പൊ അതും നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൺട്രോളിലുള്ള വിഷയമല്ല. നമ്മുടെ കൺട്രോളിലുള്ള സംഭവങ്ങൾക്ക് മാത്രമേ നമുക്ക് പ്രതിവിധികൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത സംഭവങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും പ്രതിവിധി ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തൊരു സംഭവമാണ്. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് രണ്ടാമത്തെ ലിങ്ക് ആയതുകൊണ്ട് ഇനിയിപ്പോ സമയം അറിയാതെ നീണ്ടുപോകും. നമ്മൾ കൂടുതൽ ടൈം നീട്ടുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും രാവിലെ തന്നെയാണ്, വീട്ടിൽ ഒരുപാട് ജോലികളുള്ളവരുണ്ടാവാം, കുട്ടികളെ മദ്രസയിൽ പറഞ്ഞേക്കേണ്ടവരുണ്ടാവാം, അങ്ങനെയെല്ലാം തിരക്ക്. എന്തായാലും സ്കൂൾ ലീവാണല്ലോ അല്ലെ? അപ്പൊ ആ ഒരു തിരക്കിനിടയിലും ഇത്രയും സമയം എന്നെ കേൾക്കാൻ വേണ്ടി ഇരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ അത്രയും ഹൃദയം നിറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്ന. അൽഹംദുലില്ലാ, നമുക്ക് ചെറിയ രീതിയിൽ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ രാവിലെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഈ സൂമിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ മുന്നിലായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇന്നത്തെ റെക്കോർഡ് വിട്ടുതരും. ആ റെക്കോർഡ് എല്ലാവരും ഒന്ന് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഒന്ന് കേൾക്കാം. അപ്പൊ അതിൽ മിസ്സായ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്രയുടെ ചെറിയൊരു തുടക്കം മാത്രമേ ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിലിപ്പോ എന്തും കിട്ടാനില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും നാളെ ജോയിൻ ചെയ്യാതിരിക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കന്യാകുമാരി വരെയുള്ള യാത്രയിൽ ഇപ്പൊ ഇവിടെ നിന്ന് ജസ്റ്റ് നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ഒരുപാട് യാത്രകളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കാം നമ്മൾക്ക് യാത്രയ്ക്കിടയിൽ എന്തൊക്കെ കാണാനുണ്ട്, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നമുക്ക് എത്രമാത്രം യാത്രകൾ ചെയ്യാനിരിക്കുന്നുണ്ട്, ആ യാത്രയ്ക്കിടയിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കാനുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല സമാധാനത്തോട് കൂടിയിട്ട് സഹകരിച്ചുകൊണ്ട് നിങ്ങളും കൂടി എൻ്റെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ മാത്രമല്ല, ഇനിയും നമ്മുടെ ഗ്രൂപ്പുകളിൽ ഒരുപാട് പേരുണ്ട് അല്ലെ? എല്ലാവരും കൂടെ വന്ന് സഹകരിച്ച് യാത്ര മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുകയാണ്. ക്ലാസ്സുകൾ കേട്ടത് പല ഭാഗം നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെന്നറിയാം. കേട്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളൊന്ന് പറഞ്ഞ് ശേഷം നമുക്ക് ഒരു പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് കേട്ട ഭാഗം ക്ലിയർ ആയിട്ടുണ്ടോ? അതൊന്ന് പറയോ, ക്ലിയർ ആണ് എന്നുള്ള, അല്ലെങ്കിൽ ക്ലിയർ അല്ല, എന്താണോ നിങ്ങൾക്കുള്ളത് അതൊന്ന് പറഞ്ഞാൽ മതി. കേട്ട ഭാഗത്ത് നല്ല പോയിന്റ്സ് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ. ഓക്കെ, ഇനി ഒരാളും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ. നല്ലൊരു വൈവായിരുന്നു. ഓക്കെ, സൂപ്പർ. നന്നായിട്ട് മുന്നോട്ട് പോകുന്ന തന്നെയാണ്. ഞാൻ ആദ്യം വിചാരിച്ചില്ല ഇങ്ങനെ ഒന്നും ആയിരിക്കുമെന്ന്. ഒരു പേടി എനിക്കും ഉണ്ടായിരുന്നു. ഞാനാണല്ലോ ഗ്രൂപ്പ് ലിങ്ക് ഒക്കെ ഇട്ട് ചെയ്യാനൊക്കെ പറഞ്ഞത്. പക്ഷെ അത് നന്നായി ഉഷാറാവും. ഇനിയൊക്കെ വരും കാലങ്ങൾ നന്നായി തീരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നാളെ രാവിലെയും കൂടി എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഈ ഒരു സമയം ഇരിക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് വെക്കാം. നടന്ന് പണിയെടുത്തൊക്കെ കേൾക്കണവരാണെങ്കിൽ ഒരു കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് ഇവിടത്തേക്ക് മാത്രം ഫോക്കസ് എടുത്തുകൊണ്ട് എല്ലാ പണികളിൽ നിന്നും മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുക. ഇപ്പോഴും ഒരു 5 മിനിറ്റ് പോലും സ്വന്തത്തിന് വേണ്ടിയിട്ട് ഇരിക്കാൻ പോലും ഒരു സമയം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ അത് നമുക്ക് തന്നെ അല്പം പ്രയാസം ആയിരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 5 മിനിറ്റ്, 5 or 10 മിനിറ്റ് അതിന്റെ അകത്ത് നമുക്ക് തീരും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്കൊരു പ്രോസസ്സ് ചെയ്യാം. എല്ലാവരും ഓക്കെ അല്ലേ? എനിക്ക് ആരെയും കാണുന്നില്ല, വിശ്വാസി മാത്രമാണ് കേട്ടോ നിങ്ങൾ എന്നെ കേൾക്കുന്നത്, ഞാൻ പറയണത് അതുപോലെ നിങ്ങൾ അവിടെ ഇരിക്കും എന്നുള്ള ഒരൊറ്റ വിശ്വാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരും ക്യാമറ ഓൺ ആക്കാത്തതുകൊണ്ട് എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ക്യാമറ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്യാമറ ഓഫിലാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഇരിക്കും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റണത് അതുപോലെ നിങ്ങൾ ഇരിക്കുക. ഇങ്ങനെ ഇരിക്കണം എന്ന് ഞാൻ പറയണില്ല, കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിലായിരിക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതി, നിങ്ങളുടെ ഇരുത്തത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇരിക്കാം. ഒന്ന് നട്ടലൊക്കെ നിവർത്തി ഇരിക്കാൻ വേണ്ടി നോക്കാം. അങ്ങനെ ഇരിക്കാൻ പറ്റുന്നവര്, ഇനി അത് പറ്റാത്തവർക്ക് കിടക്കുകയാണെങ്കിൽ കിടക്കാം, എന്തും ആവാം. പക്ഷെ വേറെ ഒരു സംഭവങ്ങളിലേക്കും പോവാതിരിക്കണം മാത്രം. ഓക്കെ അല്ലെ? ഇനി സാവധാനം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാം. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, ഹോൾഡ് ചെയ്യാം, സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. വൺസ് അഗൈൻ ബ്രീത്ത് ഇൻ,
Hold it. Breathe out. Slowly, slowly. Breathe in. Hold it. Breathe out. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും നിങ്ങൾ കൂടുതൽ കൂടുതൽ എനർജറ്റിക് ആവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പോസിറ്റീവ് ഊർജവും നിറഞ്ഞിരിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്കെടുക്കലോട് കൂടെ നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിലേക്ക് എന്തെല്ലാം ഇമോഷൻസുകളുണ്ടോ ഒഴിവാക്കേണ്ടത് അതെല്ലാം ഒരു കറുത്ത പുകയായി നിങ്ങളിൽ നിന്നും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. വൺസ് അഗെയിൻ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ എനർജിയോടെ, കൂടുതൽ പ്രസരിപ്പോടെ, കൂടുതൽ ഉന്മേഷത്തോടെ, നിങ്ങൾ കൂടുതൽ ഹാപ്പിനെസ്സോട് കൂടിയിട്ട് ആ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നു. നിങ്ങളുടെ ഉച്ഛ്വാസവായുവിന്റെ കൂടെ നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, വേദനകൾ ഉണ്ടെങ്കിൽ എല്ലാം പുറത്തേക്ക് പ്രവേശിക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഓരോ ശ്വാസത്തിലും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടി പറ്റുന്നു. നമുക്ക് നമ്മുടെ റബ്ബിൽ നിന്നുള്ള ഡയറക്റ്റ് കണക്ഷൻ ആയിട്ടാണ് ബ്രീത്ത് ഇൻ നമ്മൾ ചെയ്യപ്പെടുന്നുള്ളത്. ആ ഒരു കണക്ഷൻസ് ഓരോ സെക്കൻഡും ഞാനും നിങ്ങളും ഇലാഹുമായിരിക്കുന്ന ഒരു കണക്ഷൻസ് ഓരോ സെക്കൻഡുകളിലും കൂടുതൽ കൂടുതൽ അടുപ്പത്തിലായിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നിങ്ങളുടെ ശ്രദ്ധ മെല്ലെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ 2 പാദങ്ങൾ ഇപ്പോൾ തറയിൽ സ്പർശിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് തണുപ്പാണോ ചൂടാണോ എന്താണോ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത്, ആ ഫീൽ നിങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നു. നിങ്ങളുടെ ശ്രദ്ധ മെല്ലെ നിങ്ങളുടെ കാലുകളുടെ കണങ്കാലിലേക്കും അവിടെ നിന്നും അത് മെല്ലെ നിങ്ങളുടെ അടുപ്പില് ജോയിന്റിൽ നിങ്ങൾ ഇരുന്ന ഭാഗം, നിങ്ങളുടെ ചെയറാണോ സോഫയാണോ എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ ടച്ച് ചെയ്തതിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. പതിയെ നിങ്ങളുടെ ശ്രദ്ധ പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കവിൾ തളത്തിലേക്ക്, നിങ്ങളുടെ 2 ചെവികളിലേക്ക്, കണ്ണുകളിലേക്ക് ഒരു സെക്കൻഡ് പോലും പ്രവർത്തനം മുടക്കാതെ നിങ്ങളെ ശ്വാസോച്ഛ്വാസത്തിന് സഹായിക്കുന്ന നിങ്ങളുടെ മൂക്കിലേക്ക്, നിങ്ങളുടെ നെറ്റിത്തടത്തിലേക്ക്, നിങ്ങളുടെ തലയുടെ മുകൾ ഭാഗത്തേക്ക്, ഓരോ അവയവങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഇനി പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ആന്തരിക അവയവങ്ങൾ നമ്മൾക്ക് അറിഞ്ഞതോ അറിയാത്തതോ ആയിരിക്കുന്ന എത്രമാത്രം എക്യുപ്മെന്റ്സുകൾ നമ്മുടെ അകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. അതിനെ ഓരോന്നിനെയും നമുക്ക് ഫീൽ ചെയ്യാം. നമ്മളിപ്പോൾ കൂടുതൽ കൂടുതൽ എനർജിയിലും സന്തോഷത്തിലും ആണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നു. ഞാനും നിങ്ങളും ഇന്ന് ഈ ഭൂമിയിൽ ഈ ഒരു നിമിഷവും ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യമായി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ഈ ഒരു പ്രഭാതത്തിലും
നമുക്ക് പൂർണ്ണമായ ആരോഗ്യത്തോടെ കൂടെ നമ്മുടെ കിടന്ന ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പറ്റിയതിന് ആത്മാർത്ഥമായും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഒരു സമയത്തും നിങ്ങൾക്ക് പറയാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മൾക്ക് കിടന്ന ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ വേണ്ടി പറ്റിയതിന്, എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി പറ്റിയതിന്, ആ കുടിച്ച വെള്ളത്തിന്റെ രുചി എന്താണെന്നുള്ളത് ഒന്ന് മൈൻഡിൽ കൊണ്ടുവന്ന് ആ വെള്ളത്തിന്റെ ടേസ്റ്റ് എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി പറ്റിയതിന് നമുക്ക് ആത്മാർത്ഥമായും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമുക്ക് കൂടുതൽ കൂടുതൽ സന്തോഷം അകത്തേക്ക് കൊണ്ടുവരാനുള്ള, നമ്മുടെ സ്വന്തം സെൽഫിലേക്കുള്ള ഒരു യാത്ര ഇന്ന് തുടക്കം കുറിക്കാൻ പറ്റിയതിന് അതിനും ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാം. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ പല ഗ്രൂപ്പുകളിലായിട്ടും എത്രമാത്രം ആളുകളുണ്ടല്ലേ. എന്നിട്ടും അതിൽ നിന്ന് സെലക്റ്റീവായി കുറച്ചാളുകളെ മാത്രം തിരഞ്ഞെടുത്ത്, ആ തിരഞ്ഞെടുത്ത വ്യക്തികൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ സമയത്ത് എന്നെ കേൾക്കുന്ന നിങ്ങളായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറാനും കേൾക്കാനുമുള്ള ഒരു തൗഫീക്ക് നൽകിയതിന്, ആ ഒരു ഭാഗ്യം നൽകിയതിന്, അത് കേൾക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് അനുകൂലമാക്കി നൽകിയതിന് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമുക്ക് ഉണ്ടായിട്ടും അനുഭവിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് അതൊരു തൗഫീഖാണ്. അൽഹംദുലില്ലാ, ആ തൗഫീഖ് നമ്മളിലേക്ക് ഓരോരുത്തർക്കും ഏതൊരു സംഭവമാണെങ്കിലും ഉള്ളതിനെ അനുഭവിക്കാനും ഉള്ളതിനെ ആസ്വദിക്കാനും ഉള്ളതിൽ തൃപ്തി അടയാനും പറ്റുന്ന ഒരു ഹൃദയം നമുക്ക് നൽകിയതിന് ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് അല്പസമയം ഒന്ന് സൈലന്റ് ആയിരിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് എന്താണോ പറയാനുള്ളത് അത് പറയാം. സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് പല ചിന്തകളും നിങ്ങളുടെ ഉള്ളിലേക്ക് വരാം. വരുന്ന ചിന്തയെ ബ്ലോക്ക് ചെയ്യരുത്. പകരം ചിന്തയോട് പറയണം, ഞാനിപ്പോൾ സൈലന്റിലാണ്, നീ തിരിച്ചു പോയിക്കോ, കുറച്ചു കഴിഞ്ഞ് തിരികെ വന്നാൽ മതി എന്ന് പറഞ്ഞ് വന്ന ചിന്തയെ സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞേക്കാം. വന്ന ചിന്തയെ ബ്ലോക്ക് ചെയ്യാൻ നോക്കരുത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരല്പസമയം സൈലന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റിയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആ ഒരു സൈലൻസിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ റബ്ബിനെ ഒന്ന് ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ വേണ്ടി പറ്റിയതിന് ആത്മാർത്ഥമായി ഒന്നുകൂടി ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാം. സാവധാനം നിങ്ങൾക്ക് ബ്രീത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ ഫോക്കസ് ചെയ്യാം. സാവധാനം ബ്രീത്ത് ഇൻ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. കൈകൾ രണ്ടും സ്ക്രബ് ചെയ്ത് മുഖത്തിന് നേരെ സ്പർശിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. അൽഹംദുലില്ലാ. ആദ്യമായിട്ട് ചിലപ്പോൾ പ്രോസസ് ചെയ്യുന്നവരുണ്ടാവാം, ഒരുപാട് പ്രോസസ്സിൽ എൻ്റെ കൂടെ ഒരുപാട് നാളുകളായി ഇരുന്നവരുണ്ടാവാം, അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇരുന്നവരുണ്ടാവാം. എന്നാൽ ആദ്യമായി ചെയ്തവരോടാണ് ആദ്യമായിട്ട് ചോദിക്കാനുണ്ടായത്, ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റിയോ, ചെയ്യാൻ വേണ്ടി പറ്റിയോ? ഒന്ന് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ടാക്കി പറയോ. മൈക്കൊന്ന് അൺമ്യൂട്ടാക്കിയിട്ട് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം. ഉറങ്ങിയോ? അതല്ലെങ്കിൽ അവിടെ തന്നെയാണോ? ഫീൽ ചെയ്തു. ആദ്യമായിട്ടല്ല, എന്നാലും ഫീൽ ചെയ്തു. ആദ്യമായിട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ടാക്കി പറയോ, ആദ്യമായി ചെയ്തവരുടെ ഒരു അനുഭവം.
ഇഷ്യൂ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളത് അറിയാം. അത് സ്വാഭാവികമാണ്. അതേതായാലും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ. എന്തായാലും റെക്കോർഡ് വരുമ്പോൾ ആവശ്യമുള്ളവർ വീണ്ടും കേൾക്കാം. ഇൻഷാ അല്ലാ ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.